Hello, this is Dr. Abbas Watoli, Assistant Professor, Amal College of Advanced Studies, Nilambur. ഇന്ന് പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കമ്പനീസ് എന്ന മോഡ്യൂളുണ്ട്, റിവിഷൻ ക്ലാസ് ആണ്. ഇത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ BBA കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ മോഡ്യൂൾ 4ലും അതുപോലെ തേർഡ് സെമസ്റ്റർ BCom കോർപ്പറേറ്റ് അക്കൗണ്ടിങ് മോഡ്യൂൾ 5ലും കവർ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അറിയാൻ വേണ്ടിയിട്ട് അതുപോലെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന റിപ്പോർട്ടുകളെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. കമ്പനീസ് ആക്ട് 2013 പ്രകാരം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 സ്റ്റേറ്റ്മെൻറ്റുകളാണ്. ഒന്ന് ബാലൻസ് ഷീറ്റ്, അതിന് പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയും. അതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ലെങ്കിൽ അതിന് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയും. നോട്ട്സ് ടു അക്കൗണ്ട്സ്, ഈ ബാലൻസ് ഷീറ്റിൻ്റെയും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്സിൻ്റെയൊക്കെ എക്സ്പ്ലനേഷൻസ്. ദെൻ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഈ 4 സ്റ്റേറ്റ്മെൻറ്റുകൾ കൂടിയതാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇനി അഞ്ചാമതായിട്ട് പറയുകയാണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി ഉൾപ്പെടുത്താം. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഇൻഫർമേഷൻ അബൌട്ട് ഏർണിംഗ് കപ്പാസിറ്റി ഓഫ് ദ ബിസിനസ്, അല്ലെ, ആ കമ്പനിയുടെ ഏർണിംഗ് കപ്പാസിറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, അതോ പ്രോഫിറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുക. ഇൻഫർമേഷൻ അബൌട്ട് എക്കണോമിക് റിസോഴ്സസ് ആൻഡ് ഓബ്ലിഗേഷൻ ഓഫ് എൻ എൻ്റർപ്രൈസ്, ഒരു കമ്പനിയുടെ അസറ്റ് ലാബിലിറ്റീസിൻ്റെ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നതാണ്. അതുപോലെ ഇൻഫർമേഷൻ അബൌട്ട് ക്യാഷ് ഫ്ലോസ്, കമ്പനിയുടെ ക്യാഷ് ഫ്ലോസ് അല്ലെങ്കിൽ ചേഞ്ചസ് ഇൻ ക്യാഷിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ബ്രോഡായിട്ട് പറഞ്ഞാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ്. ഒന്നാമത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒബ്ജക്റ്റീവാണ്, 2 ബാലൻസ് ഷീറ്റിൻ്റെയാണ്, 3 ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവാണ് ശരിക്കും. അപ്പോൾ നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് റിപ്പോർട്ട് ഓൺ സ്റ്റുവാർഡ്ഷിപ്പ് ഫംഗ്ഷൻ. ഒരു കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അതിൻ്റെ ഓണേഴ്സ് ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന സ്റ്റുവാർഡ്ഷിപ്പ് റിപ്പോർട്ടാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ബേസിസ് ഫോർ ഫിസ്ക്കൽ പോളിസീസ്, രാജ്യത്തിൻ്റെ സാമ്പത്തിക നയങ്ങൾ രൂപീകരിക്കുന്നതിൽ ബേസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റാണ് കമ്പനികളുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് എന്ന് പറയുന്നത്. ബേസിസ് ഫോർ ഗ്രാൻഡിങ് ക്രെഡിറ്റ്, കമ്പനികൾക്ക് ലോൺ കൊടുക്കുമ്പോൾ ബാങ്കുകൾ ജഡ്ജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ബേസിസ് ഫോർ പ്രോസ്പെക്റ്റീവ് ഇൻവെസ്റ്റേഴ്സ്, കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ഇൻഡിവിജ്വൽസും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഫിനാൻഷ്യൽ ഡെസിഷൻ, ഇൻവെസ്റ്റ്മെന്റ് ഡെസിഷൻ എടുക്കാൻ ബേസ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ആൻഡ് ഫൈനലി ഗൈഡ് ടു വാല്യൂ ദ ഇൻവെസ്റ്റ്മെന്റ് ഓൾറെഡി മെയ്ഡ്, നിലവിൽ കമ്പനികളിൽ നിക്ഷേപം നടത്തിയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സും ആ കമ്പനികളുടെ പെർഫോമൻസ് ജഡ്ജ് ചെയ്യുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വഴിയാണ്. ഇനി നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ ബേസ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ പ്രോബ്ലം സോൾവ് ചെയ്യാം. അതിൽ ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ് ക്വസ്റ്റ്യൻ. You are required to prepare balance sheet and statement of profit and loss account from the following trial balance of Haria Chemicals for the year ended 31st March 2021. നമ്മളോട് ഒരു ട്രയൽ ബാലൻസ് തന്നിട്ട് ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റും പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ ഇൻവെൻറ്ററി ഉണ്ട്. അപ്പോൾ ട്രയൽ ബാലൻസിൽ തന്നുകൊണ്ട് അതൊരു ഓപ്പണിംഗ് ഇൻവെൻറ്ററി ആയിരിക്കും, സ്റ്റോക്ക് ആയിരിക്കും. ഫർണിച്ചർ ഉണ്ട്, അസറ്റ് ആണ്. ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് ആയിരിക്കും. ലോൺ ടു ഡയറക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ഷോർട്ട് ടേം അസറ്റ് ആയിട്ടാണ് വരിക. ലോൺ ടു ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് ബാലൻസ് തന്നതുകൊണ്ട് അത് ലോണ് അവർ കമ്പനി കൊടുത്ത ലോണാണുള്ളത്, അപ്പോൾ അതൊരു അസറ്റ് ആണ്. അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് ആണ്, ബാഡ് ഡെപ്റ്റ് എക്സ്പെൻസ് ആണ്, കമ്മീഷൻ എക്സ്പെൻസ് ആണ്. പർച്ചേസ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. പ്ലാന്റ് ആൻഡ് മെഷീനറി അസറ്റ് ആണ് കമ്പനിയുടെ. റെന്റൽസ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് ആണ്. കറന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ക്യാഷ് പോലത്തെ ബാലൻസ് ആണ്. ക്യാഷ് എന്ന് പറയുന്നത് വേറെ തന്നിട്ടുണ്ട്, ബാലൻസ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ലോൺ തന്നിട്ടുണ്ട്, അതൊരു എക്സ്പെൻസ് ആണ്. പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ എക്സ്പെൻസ് ആണ്. ഫിക്ചേഴ്സ് എന്ന് പറയുമ്പോൾ അസറ്റ് ആണ്. വേജസ് എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്. കൺസ്യൂമബിൾസ് എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്. ഫ്രീ ഹോൾഡ് ലാൻഡ് എന്ന് പറയുമ്പോൾ അസറ്റ് ആണ്. ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ് എന്ന് പറയുമ്പോൾ അസറ്റ് ആണ്. ഗുഡ് വിൽ അസറ്റ് ആണ്. ട്രേഡ് റെസിവബിൾ കറന്റ് അസറ്റ് ആണ്. ഡീലർ എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് ആണ്. ട്രാൻസിറ്റ് ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ എക്സ്പെൻസ് ആണ്. ട്രേഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്. ഡിസ്ട്രിബ്യൂഷൻ ഫ്രൈറ്റ് എക്സ്പെൻസ് ആണ്. ഡിബഞ്ചർ ഇൻട്രസ്റ്റും എക്സ്പെൻസ് ആണ്. ഇനി ക്രെഡിറ്റ് സൈഡിൽ ട്രയൽ ബാലൻസിന്റെ ഉള്ളത് ഇക്വിറ്റി ഷെയർസ്, അല്ലെ, അത് ക്യാപിറ്റൽ ആണ്. 11% ഡിബഞ്ചേഴ്സ്, അത് ഡെപ്റ്റ് ക്യാപിറ്റൽ ആണ്. ബാങ്ക് ലോൺസ് ഉണ്ട്, അത് കമ്പനിയുടെ ലാബിലിറ്റി ആണ്. ട്രേഡ് പേയബിൾ ഉണ്ട്, കറന്റ് ലാബിലിറ്റി ആണ്. സെയിൽസ് ഉണ്ട്, അത് ഇൻകം ആണ്. റെന്റ് റിസീവ്ഡ് ഇൻകം ആണ്. ട്രാൻസ്ഫർ ഫീസ് ഇൻകം ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ബാലൻസ് ആണ്. ഡിപ്രീസിയേഷൻ ഉണ്ട്, മെഷീനറിയുടെ തന്നുണ്ട്.
ഇത്രയും ഐറ്റംസ് ആണ് ട്രയൽ ബാലൻസിൽ തന്നിട്ടുള്ളത്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് നമ്മളോട് തന്നിട്ടുണ്ട്. നമ്മൾ ഇതിന് എന്ത് ചെയ്യണം? കമ്പനിയുടെ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടുമായിട്ട് പ്രിപ്പയർ ചെയ്യണം. കമ്പനീസ് ആക്ട് 2013 പ്രകാരം പുതിയ ഫോർമാറ്റിലാണ് കമ്പനികളുടെ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യുന്നത്. അത് കമ്പനീസ് ആക്ടിൻ്റെ ഷെഡ്യൂൾ 3 പാർട്ട് 1 ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റും പാർട്ട് 2 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർമാറ്റും കൊടുത്തിട്ടുണ്ട്. ആ ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ അക്കൗണ്ട്സ് ഫോം ആയിരുന്നു, അഥവാ ലെഫ്റ്റ് സൈഡിൽ ലയബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ, റൈറ്റ് സൈഡിൽ അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് എന്നുള്ള രീതിയിലായിരുന്നു പ്രിപ്പയർ ചെയ്തിരുന്നത്. നിലവിൽ അത് സ്റ്റേറ്റ്മെൻറ്റ് ഫോമിലാണ്, അല്ലെങ്കിൽ വെർട്ടിക്കൽ ഫോമിലാണ്. അപ്പോൾ ആദ്യം ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ട് ലയബിലിറ്റീസ് കാര്യങ്ങളൊക്കെ എഴുതും. ദെൻ അസറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ബാക്കി ഡീറ്റെയിൽസ് താഴേക്കാണ് എഴുതുന്നത്. ഇതേ മാറ്റം തന്നെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും വന്നുള്ളത്. ആദ്യം അക്കൗണ്ട്സ് ഫോമിൽ ലെഫ്റ്റ് സൈഡിൽ എക്സ്പെൻസ്, റൈറ്റ് സൈഡിൽ ഇൻകം എന്നായിരുന്നു. ഇപ്പോൾ അതിന് പകരം സ്റ്റേറ്റ്മെൻറ്റ് ഫോമിലാണ് ഡീറ്റെയിൽസുകൾ എഴുതുന്നത്. അപ്പോൾ നമുക്ക് ആ ഫോർമാറ്റ് അനുസരിച്ച് തന്നെ പ്രിപ്പയർ ചെയ്യാം. ആ ഫോർമാറ്റ് അനുസരിച്ച് ആദ്യം ബാലൻസ് ഷീറ്റാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് ആദ്യം ബാലൻസ് ഷീറ്റ് കൊടുത്തു. അതിൽ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് എന്നുള്ള മെയിൻ ഹെഡിങ് എഴുതാം. അതിനകത്ത് 1 എന്നിട്ട് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എഴുതുന്നു. അതിനകത്താണ് ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഷെഡ്യൂൾ നമ്പർ 1 അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് 25 lakh. പുതിയ ബാലൻസ് ഷീറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത അതാണ്, ഡീറ്റെയിൽസുകളൊക്കെ ഷെഡ്യൂൾസിലായിട്ട് അല്ലെങ്കിൽ നോട്ട്സിലായിട്ടാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ നോട്ട്സ് 1 നോക്കാം. ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഞാൻ നോട്ട് 1 അതിൻ്റെ ഏറ്റവും താഴെ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതാണത്, അത് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഷെയർ ക്യാപിറ്റലിൽ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ക്വസ്റ്റ്യനിൽ 25 lakh പറഞ്ഞുള്ളത്, ഇഷ്യൂഡും 25 lakhs ആണ്. ഇനി ഇത് രണ്ടും മാറ്റമുണ്ടെങ്കിൽ ഇഷ്യൂഡാണ് നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് എടുക്കുക, അതാണ് ഈ 25 lakhs. സെക്കൻഡ് റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്നുള്ളതാണ്. റിസർവ്സ് ആൻഡ് സർപ്ലസ് ഷെഡ്യൂൾ 2 അല്ലെങ്കിൽ നോട്ട്സ് 2 അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഉള്ളത് നോട്ട്സ് 2 ഒന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ പ്രീവിയസ് ബാലൻസ് ആണ്, ഇത് ട്രയൽ ബാലൻസിൽ തന്നതാണ്. ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ കറണ്ട് ഇയർ ബാലൻസ് ആണ്. ഇത് നമ്മൾ താഴെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തപ്പോൾ കിട്ടിയ ബാലൻസ് ആണ്. അതിൻ്റെ കാൽക്കുലേഷൻ നമ്മൾ കാണിക്കാം. ഈ ഫോർമാറ്റ് പ്രകാരം ഓർഡറിൽ എഴുതുമ്പോൾ ആദ്യം ബാലൻസ് ഷീറ്റും പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എഴുതുകൊണ്ട് നമ്മൾ ആദ്യം ബാലൻസ് ഷീറ്റിൻ്റെ കാൽക്കുലേഷൻസ് കാണിക്കുകയാണ്. അപ്പോൾ അത് കിട്ടിയതിന് ശേഷമാണ് ഈ എമൗണ്ട് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. എനിവേ അങ്ങനെ 7,40,000 ആണ്. ദെൻ സെക്കൻഡ് ഹെഡ് നോൺ കറന്റ് ലയബിലിറ്റീസ് ആണ് എഴുതുന്നുണ്ട്. അതിൽ നോൺ കറന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറന്റ് അല്ലാത്ത അഥവാ ലോങ് ടേം ലയബിലിറ്റീസ്. അതിൽ ലോങ് ടേം ബോറോവിങ്സ് എന്നുള്ളൊരു ഐറ്റമാണ് ഇവിടെ അപ്ലിക്കബിൾ ഉള്ളത്. അത് 3rd ഷെഡ്യൂളിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. 3rd ഷെഡ്യൂളിൽ നോക്കുമ്പോൾ നമുക്ക് ലോങ് ടേം ബോറോവിങ്സിൽ 11% ഡിബഞ്ചേഴ്സും എഴുതിയിട്ടുണ്ട്. ബാങ്ക് ലോങ് ടേം എന്ന് അസ്യൂം ചെയ്തിട്ട് അതും ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് 11,45,000 എന്നുള്ളത് കിട്ടിയിട്ടുണ്ട്. ദെൻ കറന്റ് ലയബിലിറ്റീസ് അതിലൊരു ഐറ്റേ ക്വസ്റ്റ്യനിലുള്ളൂ, ട്രേഡ് പേയബിൾ ആണ്. അത് 2,81,000 എഴുതിയിട്ടുണ്ട്. അങ്ങനെ ലയബിലിറ്റീസ് എഴുതി ടോട്ടലാക്കി 4,66,000 എന്നാണ്. ദെൻ താഴേക്ക് വന്നിട്ട് അസറ്റ്സ് എഴുതി. അതിൽ നോൺ കറന്റ് അസറ്റ്സ് ആണ് ഫസ്റ്റ് എഴുതുന്നുണ്ട്. അതിന് ഫിക്സഡ് അസറ്റ്സിൽ തന്നെ ആദ്യത്തെ ടാഞ്ചിബിൾ അസറ്റ്സ് എന്നുള്ളതാണ് 4ാമത്തെ ഷെഡ്യൂളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഷെഡ്യൂളിലേക്ക് പോകുമ്പോൾ 4ാമത്തെ ഷെഡ്യൂളിൽ എന്തുണ്ട്? ടാഞ്ചിബിൾ അസറ്റ്സ് എന്നുണ്ട്. അതിൽ നമുക്ക് ഫ്രീ ഹോൾഡ് ലാൻഡ് ഉണ്ട്. അതിൻ്റെ ഗ്രോസ് ബ്ലോക്ക് എന്നുള്ളിടത്ത് അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആണ് നമ്മൾ എഴുതുന്നുണ്ട്. ഫർണിച്ചർ, ഫിക്ചേഴ്സ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ് എഴുതിയിട്ടുണ്ട്. അതിൽ ഫർണിച്ചറിന് മാത്രം ഡിപ്രീസിയേഷൻ പറയുന്നുണ്ട്. അത് ഡിപ്രീസിയേഷൻ കോളത്തിൽ കാണിക്കുക. എന്നിട്ട് നെറ്റ് ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ട് ഗ്രോസ് ബ്ലോക്ക് മൈനസ് ഡിപ്രീസിയേഷൻ എന്നുള്ള എമൗണ്ടുകൾ കാണിക്കുക. എന്നിട്ട് അതിൻ്റെ ടോട്ടലാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇതാണ് നെറ്റ് ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ട് ഫൈനലി നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് എടുക്കേണ്ട അസറ്റിൻ്റെ ടാഞ്ചിബിൾ അസറ്റിൻ്റെ വാല്യൂ. ദെൻ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ഗുഡ് വിൽ മാത്രമാണ് നേരിട്ട് എഴുതുക ചെയ്തത്. ദെൻ അടുത്ത ഹെഡാണ് കറന്റ് അസറ്റ്സ് എന്ന് പറയുന്നത്. അതിൽ ഇൻവെൻറ്ററീസ് ഉണ്ട്. ക്ലോസിംഗ് ഇൻവെൻറ്ററി ആണ് ബാലൻസ് ഷീറ്റിൽ എടുക്കേണ്ടത്. ട്രേഡ് റെസിവബിൾ എടുത്തിട്ടുണ്ട്. ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസിൻ്റെ കമ്പ്യൂട്ടേഷൻ 5th ഷെഡ്യൂളിൽ കാണിച്ചിട്ടുണ്ട്. 5th ഷെഡ്യൂൾ നോക്കുമ്പോൾ അതിൽ ക്യാഷ് ആൻഡ് ഈക്വലൻ്റ് എന്ന് പറഞ്ഞിട്ട് കറന്റ് അക്കൗണ്ട് ബാലൻസ് എന്നൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടല്ലോ, 45,000 എടുത്തിട്ടുണ്ട്. ക്യാഷ് ആയിട്ട് തന്നിട്ടുണ്ട്, അത് എടുത്തിട്ടുണ്ട്. ബാങ്കിൽ ബാലൻസ് തന്നിട്ടില്ല, അങ്ങനെ 53,000 എന്ന് വന്നിട്ടുണ്ട്. ഷോർട്ട് ടേം ലോൺസ് ആൻഡ് അഡ്വാൻസസ് എന്ന് പറഞ്ഞിട്ട് 6ാമത്തെ ഷെഡ്യൂളിൽ കാണിച്ചത് ലോൺ ടു ഡയറക്ടേഴ്സ് ആണ്. അത് അസറ്റാണ്, നമുക്ക് മനസ്സിലായി. അത് കറണ്ട് അസറ്റ് ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. കാരണം ലോൺ കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ബാങ്കല്ല നമ്മുടെ കമ്പനി. അപ്പോൾ അത് ക്യാഷ് നമ്മൾ എഴുതി. ഷോർട്ട് ടേം ലോൺസ് അഡ്വാൻസസ് എന്നുള്ളതിൽ 80,000 എഴുതി. ഇത്രയും ഐറ്റം ആയി കഴിഞ്ഞാൽ നമ്മുടെ അസറ്റിൻ്റെ പാർട്ടും കംപ്ലീറ്റ് ആയി. അപ്പോൾ അത് ടോട്ടൽ ചെയ്തപ്പോൾ 46,66,000 എന്ന് കിട്ടി. അപ്പോൾ ഈ ബാലൻസ് ഷീറ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഏത് ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാലും ഇതേ ഓർഡറിലാണ് നമ്മൾ ഐറ്റംസിനെ അറേഞ്ച് ചെയ്യേണ്ടത്. ആദ്യം സ്റ്റേറ്റ്മെൻറ്റ് ഫോമിലാന്ന് മനസ്സിലാക്കുന്നു, എന്നിട്ട് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് എന്നുള്ള ഹെഡ് കൊടുക്കുന്നു, അതിന് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് കൊടുക്കുന്നു, അതിൻ്റെ സബ് ഡിവിഷൻസ് ഇവിടെ കൊടുക്കുന്നു. ദെൻ നോൺ കറന്റ് ലയബിലിറ്റീസ് എന്നുള്ള മേജർ ഹെഡ് കൊടുക്കുന്നു, അതിൻ്റെ സബ് ഡിവിഷൻസ് കൊടുക്കുന്നു. അപ്ലിക്കബിൾ ആയത് മാത്രമാണ് എഴുതുന്നത്. കറന്റ് ലയബിലിറ്റീസ് എന്നുള്ള ഹെഡ് കൊടുക്കുന്നു, അതിൻ്റെ സബ് ഡിവിഷൻസ് കൊടുക്കുന്നു. എന്നിട്ട് ടോട്ടൽ ചെയ്യുക.
അതുപോലെ അസറ്റ് സൈഡിൽ 2 ക്ലാസിഫിക്കേഷനാണ്, നോൺ കറന്റ് അസറ്റ് എന്നും കറന്റ് അസറ്റ്സ് എന്നും. ലാബിലിറ്റി സൈഡിൽ 3 ക്ലാസിഫിക്കേഷനാണ്, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, നോൺ കറന്റ് ലാബിലിറ്റീസ്, കറന്റ് ലാബിലിറ്റീസ് എന്നുള്ള 3 ഇതാണ് അവിടെ ഉള്ളത്. ഇവിടെ 2 ക്ലാസിഫിക്കേഷനാണ് ഉള്ളത്. അത് അതേപോലെ എഴുതണം. ദെൻ നമ്മൾ ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിനും ഈ പറഞ്ഞ പോലെ ഒരു ഫോർമാറ്റ് ഉണ്ട്. പാർട്ട് 2 ഷെഡ്യൂൾ 3 കമ്പനീസ് ആക്ടിൽ അത് പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് എഴുതുക അപ്പോൾ റവന്യൂ ഫ്രം ഓപ്പറേഷൻ, അത് സെയിൽസ് ആണ്, നേരിട്ട എമൗണ്ട് എഴുതിയിരിക്കുകയാണ്. ദെൻ അതർ ഇൻകം എന്ന് പറഞ്ഞിട്ട് 7th ഷെഡ്യൂളിൽ ഡീറ്റെയിൽസ് കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ 7th ഷെഡ്യൂളിൽ റെന്റ് റിസീവ്ഡ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ട്രാൻസ്ഫർ ഫീസ് ഇതൊക്കെ അതർ ഇൻകത്തിൽ ഉൾപ്പെടുത്തിയിട്ട് അതിൻ്റെ ടോട്ടലാണ് കാണിച്ചത്. എന്നിട്ട് ടോട്ടൽ റവന്യൂ എന്നുള്ളത് ടോട്ടൽ ചെയ്ത് കാണിച്ചു 43,24,000. ദെൻ എക്സ്പെൻസുകൾ ഓരോന്നായിട്ട് എഴുതിയിരിക്കുകയാണ്. കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് 8th ഷെഡ്യൂൾ ഡീറ്റെയിൽസ്, പർച്ചേസ് മാത്രമാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ്. ദെൻ ചേഞ്ചസ് ഇൻ ഇൻവെന്ററി എന്ന് പറഞ്ഞിട്ട് 9th ഷെഡ്യൂളിൽ കൊടുത്തിട്ടുണ്ട്. ചേഞ്ചസ് ഇൻ ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് ഇൻവെന്ററി ട്രയൽ ബാലൻസിൽ ഉണ്ടായിരുന്നു, ക്ലോസിംഗ് ഇൻവെന്ററി നമ്മുടെ അഡീഷണൽ ഡീറ്റെയിൽസിൽ ഉണ്ടായിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ട്, -1,43,000 ആണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് എടുക്കുന്നത്. അതിന് കാരണം എന്താ വെച്ചാൽ ഓപ്പണിംഗിൽ നമ്മളെടുത്ത് 6,80,000 ഇൻവെന്ററി ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് ക്ലോസിംഗിൽ 8,23,000 ആയി എന്ന് പറഞ്ഞാൽ നമ്മൾ പർച്ചേസ് ചെയ്ത ഈ 23 ലക്ഷത്തിൽ നിന്ന് കുറച്ച് സാധനം സ്റ്റോക്കിൽ കിടക്കുകയാണ്, അത് യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആ യൂസ് ചെയ്യാത്ത പോർഷന് ശരിക്ക് ഈ പർച്ചേസിൽ നിന്ന് കുറയാണ് ഇഫക്റ്റീവ്ലി വേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് ഇത് മൈനസിൽ കാണിച്ചത്. ഇതിന് 6,80,000 6 ലക്ഷം ക്ലോസിംഗ് ഉണ്ടെങ്കിൽ അതിനകത്ത് 80,000 കൂടിയും ഈ സ്റ്റോക്കൊന്നും എടുത്ത് ഉപയോഗിച്ചു എന്നാണ്. അപ്പോൾ ഈ 23 കൂടെ ഈ 80,000 ആഡ് ആയിരിക്കും ചെയ്യേണ്ടി വരിക. അപ്പോൾ സാധാ പോലെ ബ്രാക്കറ്റ് ഇല്ലാതെ നമ്മൾ ഇവിടേക്ക് എടുത്ത് എഴുതും. ദെൻ എംപ്ലോയി ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് 10th ഷെഡ്യൂളിലുണ്ട്. അത് നമ്മുടെ വേജസ് സാലറി സംഭവങ്ങളാണ്. അതിൽ വേജസ് 9 ലക്ഷമാണ് നമുക്ക് ഇതിൽ തന്നുള്ളത്. അപ്പോൾ അത് ഇവിടെ എടുത്ത് എഴുതി. ഫിനാൻസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ലോണൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിന് ഇൻട്രസ്റ്റ് കൊടുക്കും, അങ്ങനത്താണ് ഫിനാൻസ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതിൽ ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ലോൺ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഡിബഞ്ചർ ഇൻട്രസ്റ്റും തന്നിട്ടുണ്ട്, രണ്ടും കൂടി ആഡ് ചെയ്ത എമൗണ്ട് ആണ് ഇവിടെ എടുത്തുള്ളത്. ദെൻ അതർ എക്സ്പെൻസ് എന്നുള്ളത് ഷെഡ്യൂൾ 12 കൊടുത്തിട്ടുണ്ട്. അതിൽ ബാക്കിയുള്ള എല്ലാ എക്സ്പെൻസുകളും എടുത്തിട്ടുണ്ട്, കൺസ്യൂമബിളും പ്രിലിമിനറി എക്സ്പെൻസും ബാഡ് ഡെപ്റ്റും ഡിസ്കൗണ്ടും റെന്റൽസ് കമ്മീഷൻ അഡ്വർടൈസ്മെന്റ് ഡീലേഴ്സ് എയ്ഡ് ട്രാൻസിറ്റ് ട്രേഡ് എക്സ്പെൻസ് ഡിസ്ട്രിബ്യൂഷൻ ഫ്രൈറ്റ് എല്ലാ എക്സ്പെൻസുകളും എടുത്തിട്ടുണ്ട്. അതിൻ്റെ ടോട്ടൽ ഇവിടെ കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ എക്സ്പെൻസുകൾ മുഴുവൻ ടോട്ടൽ ചെയ്യുന്നു. അപ്പോൾ 37,23,000 കിട്ടിയിട്ടുണ്ട്. അപ്പോഴാണ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കിട്ടുന്നത്. അഥവാ 43,24,000 37,23,000 കുറച്ചപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് A-B എന്നുണ്ട് 6,01,000 എന്ന് കിട്ടി. ഇനി പ്രൊവിഷൻ ഫോർ ടാക്സ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മളവിടെ എന്ത് ചെയ്യണം, ടാക്സ് കൊടുക്കണം. അപ്പോൾ പ്രോഫിറ്റ് ഫോർ ദ പീരിയഡ് എന്ന് കിട്ടും. 6,01,000 എന്നുള്ളത് പ്രോഫിറ്റ് ഫോർ ദ പീരിയഡ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് കിട്ടി. ഇനി നമ്മളോട് EBIT ഏർണിംഗ് പെർ ഷെയർ കാണാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഈ പ്രോഫിറ്റിനെയാണ് നമ്പർ ഓഫ് ഷെയർസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഇത്രയാണ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഓർഡർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ആദ്യം ബാലൻസ് ഷീറ്റാണ് എഴുതിയുള്ള ഫോർമാറ്റിനനുസരിച്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എഴുതിയിട്ടുണ്ട്. ദെൻ നോട്ട്സ് ടു അക്കൗണ്ട്സ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ താഴെ ഓരോന്നിൻ്റെ കാൽക്കുലേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഈ നോട്ട്സ് ടു അക്കൗണ്ട്സും എന്തിൻ്റെ ഭാഗമാണ്, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഭാഗമാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ്